ഹലോ ഹായ് ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോഷകാഹാരം തിരഞ്ഞെടുക്കുമ്പോൾ പേരൻസിന് പല ആശങ്കകളും ഉണ്ടാകും. നെസ്റ്റം അല്ലെങ്കിൽ സെർലാക്ക് നെസ്ലെ കമ്പനിയുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ആണ്. ഇന്ന് നമ്മൾ നെസ്റ്റം അല്ലെങ്കിൽ സെർലാക്ക് പോലുള്ള ഇൻസ്റ്റൻറ്റ് ബേബി ഫുഡ്സിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഇവയിൽ അടങ്ങിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. സെർലാക്കിൽ വീറ്റ് അല്ലെങ്കിൽ ആട്ട റിഫൈൻഡ് ആയിട്ടുള്ള ആട്ടയാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഒറിജിനൽ ആയിട്ടുള്ള ഗോതമ്പല്ല. 57% ആട്ടയും മിൽക്ക് സോളിഡ്സ് 32%, ആപ്പിൾ ജ്യൂസ് എക്സ്ട്രാക്ട് 10%, ബാക്കി ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, ഫ്ലേവറിംഗ് ഏജൻസ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആൽഫ അമിലേസ്, ഡെക്സ്ട്രോസ് ഇതുപോലുള്ള കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പല ഇൻഗ്രീഡിയൻസും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. നെസ്റ്റത്തിൽ റൈസ് ഫ്ലോർ 87%, ഷുഗർ, ആപ്പിൾ ജ്യൂസ്, വൈറ്റമിൻസ്, ഇനോസിറ്റോൾ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ് ഇവയൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസിൽ വലിയ വ്യത്യാസം കാണുന്നില്ല. നെസ്റ്റം സിമ്പിൾസ് ആയിട്ടുള്ള സെറിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആപ്പിള് എക്സ്ട്രാക്റ്റ് ഇവയിൽ യൂസ് ചെയ്യുന്നു. എന്നാൽ ഷുഗർ കുറവാണ്, പ്രിസർവേറ്റീവ്സും കുറവാണ്. സെർലാക്കിൽ ആഡഡ് ഷുഗറിൻ്റെയും പ്രിസർവേറ്റീവ്സിൻ്റെയും ഫ്ലേവറിംഗ് ഏജൻസിൻ്റെയും കണ്ടന്റ് കൂടുതലാണ്. ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാം, ദഹിക്കാൻ എളുപ്പമാണ്, ചെറിയ അളവിൽ വൈറ്റമിൻസ്, മിനറൽസ് ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. പുതിയ രുചികൾ പരിചയപ്പെടാൻ കുട്ടിയെ സഹായിക്കും. ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെർലാക്കിൽ പഞ്ചസാര കൂടുതലാണ്. ഓറൽ ഹെൽത്ത് അല്ലെങ്കിൽ ദന്താരോഗ്യത്തെ ഇതിനെ ബാധിക്കും. രണ്ടിലും ഫൈബർ കണ്ടന്റ് കുറവാണ്. കൂടുതൽ ഉപയോഗിച്ചാൽ ഹോം മെയ്ഡ് ഫുഡ്സിനോടുള്ള കുട്ടിയുടെ താല്പര്യം കുറയും. പിക്കി ഈറ്റർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരത്തിന് തന്നെയാണ് എപ്പോഴും പോഷക ഗുണം കൂടുതൽ. മാതാപിതാക്കൾ എപ്പോഴും 6 മാസത്തിന് ശേഷം കോംപ്ലിമെൻ്ററി ഫുഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സെർലാക്ക് അല്ലെങ്കിൽ നെസ്റ്റം ഒരു ഒക്കേഷണൽ ആയിട്ടുള്ള ഫുഡായി മാത്രം നൽകുക. ഹോം മെയ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നിവ കുട്ടിക്ക് നൽകാവുന്നതാണ്. പഞ്ചസാര കുറയ്ക്കുക. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഹോം മെയ്ഡ് സെർലാക്ക് ഉണ്ടാക്കാനും ശ്രമിക്കാവുന്നതാണ്. അധിക പഞ്ചസാര അല്ലെങ്കിൽ കൃത്രിമമായ ചേരുവകൾ ഒഴിവാക്കുക. സെർലാക്കിൽ അടങ്ങിയ കൂടുതലായിട്ടുള്ള ഷുഗർ കണ്ടന്റ് ദന്താരോഗ്യം, അമിതവണ്ണം എന്നിവയൊക്കെ കാരണമാകും. ലോ ഫൈബർ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് കോൺസ്റ്റിപ്പേഷനെ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്നു. വീട്ടിൽ തന്നെ ഉള്ള റാഗി, ഫ്രൂട്ട്സ്, മറ്റുള്ള ധാന്യങ്ങൾ, കുറുക്ക്, പയറുവർഗ്ഗങ്ങൾ ഇവയൊക്കെ നൽകാവുന്നതാണ്. പ്രോസസ്ഡ് ഫുഡ്സിൽ മൈക്രോ ന്യൂട്രിയൻസ് കുറവാണ്. പ്രിസർവേറ്റീവ്സ് അടങ്ങിയതിനാൽ കുട്ടികൾക്ക് പ്രകൃതിദത്ത ദാഹത്തെ ബാധിക്കും. ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പ്രകൃതിദത്ത പോഷകങ്ങൾ ഇവയിൽ കുറവായിരിക്കും. തുടർച്ചയായ ഉപയോഗം വീട്ടിലെ ഭക്ഷണത്തോടുള്ള കുട്ടിക്കുള്ള താല്പര്യം കുറയ്ക്കും. ഹോം മെയ്ഡ് ഫുഡ്സ് കൂടുതലും ടെക്സ്ചേർഡ് ആയതിനാൽ ചൂയിങ് അല്ലെങ്കിൽ ചവച്ച് കഴിക്കാനുള്ള കുട്ടികളുടെ കഴിവിനെ ഇത് സഹായിക്കും. പക്ഷേ ഇൻസ്റ്റൻറ്റ് ഫുഡ് എപ്പോഴും മിക്സ് ആയതിനാൽ ആ കഴിവ് ഇല്ലാതാക്കും. ഹോം മെയ്ഡ് ഫുഡ് ചിലത് സമ്പുഷ്ടമാണ്, ചിലവ് കുറവാണ്. പക്ഷേ പാക്കേജ് ഫുഡ് ചിലവ് കൂടുതലും പോഷക കുറവും ഉള്ളതാണ്. സെർലാക്ക് അല്ലെങ്കിൽ നെസ്റ്റത്തിലെ വീറ്റ്, മിൽക്ക്, സോയ് ഫുഡ് ഇതൊക്കെ ബ്ലോട്ടിങ്, ഇൻഡൈജഷൻ ഇതിനൊക്കെ കാരണമാകും. ഹോം മെയ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും, പക്ഷേ ഗുണം കൂടുതലായിരിക്കും. ലോങ് ഷെൽഫ് ലൈഫ് ഉള്ള ഫുഡുകൾക്ക് എപ്പോഴും പോഷക ഗുണം തീരെയും കുറവാണെന്നാണ് കാണുന്നത്. ട്രാവലിംഗ് അല്ലെങ്കിൽ എമർജൻസി ഫീഡിങ്ങിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും നമ്മൾ ഫ്രഷ് ആയി കൊണ്ടുപോകുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലാണ്. കുഞ്ഞ് വീട്ടിലെ ഫുഡ് നിരസിക്കുന്ന സമയത്ത് തൽക്കാലത്തേക്ക് മാത്രമായി ഇത് നൽകാം. പെട്ടെന്ന് കുട്ടിക്ക് വിശന്നാലോ അമ്മയ്ക്ക് അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഇത് നൽകാവുന്നതാണ്. വർക്കിംഗ് മദേഴ്സ് ആണ് കുട്ടികൾക്ക് ഉള്ള അമ്മമാർക്ക് ചില സമയത്തൊക്കെ ഇത് നൽകാവുന്നതാണ്. സെർലാക്കിൽ എക്സ്ട്രാ കാലറീസ് ഉള്ളത് ചിലപ്പോൾ വെയിറ്റ് ഗെയിനെ സഹായിച്ചേക്കാം. കൂടുതലായുള്ള അഡിക്ഷൻ ഒരുപാട് സമയം ഇത് കൊടുക്കുമ്പോൾ ഉണ്ടാകും. 6 മുതൽ 8 മാസം ആഡഡ് ഷുഗർ കുറവും, 8 മുതൽ 12 മാസം പെട്ടെന്ന് ദഹിക്കാവുന്നതും, 12 മാസത്തിൽ കൂടുതലുള്ള കുട്ടികൾക്ക് മിക്സ്ഡ് ആയിട്ടുള്ള മിക്സും നൽകാവുന്നതാണ്. അവശേഷിച്ച ഫുഡ് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. മൈക്രോവേവ്ഡ് അല്ലെങ്കിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ബേബി ഫുഡ് അണുബാധ ഉണ്ടാക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ചെറിയ അളവിൽ കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പോൾ സെർലാക്ക് അല്ലെങ്കിൽ നെസ്റ്റം എന്നിവയുടെ ദോഷങ്ങളും ഗുണങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. പുതിയ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.